താൻ കേൾക്കണുണ്ടോ? കേൾക്കാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പറയാം. സത്യത്തിൽ സംഗീതവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത വിവരദോഷികളോട് വായിട്ടലച്ച് മടുത്തു. പിന്നെ ഒരുതരം വല്ലാത്ത തിരക്കിനിടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടുന്നത് പോലെ. വീട്, നമ്മുടെ മോള്, താന്. ഈ നേരം കൊല്ലിപ്പാട്ടുകളുടെ പാത വിട്ട് ശുദ്ധ സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങണം നീയുള്ള കാലം. എന്താ തന്റെ അഭിപ്രായം? എല്ലാം സ്വന്തം ആഗ്രഹം പോലെ. ഞാൻ കൂടെ നിന്നോളാം. രാജകുമാര, തുറക്കൂ വാതായനങ്ങൾ. മദ്യവെച്ചിട്ട് വന്നിരിക്കുന്നു വഷളൻ. അത് എന്റെ മുമ്പിൽ തന്നെ അഹങ്കാരി. ഒന്നും പറയണ്ട. റാംജി, ഈ ഗേറ്റ് ഒന്ന് തുറക്കൂ. ഹേ, പാവം കവി ഒന്ന് അകത്ത് പ്രവേശിക്കട്ടെ. വേണ്ട. തുറക്കൂന്ന്. താൻ മദ്യവെച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? ഊവല്ലോ. ഒരൽപ്പം മദ്യം ബുദ്ധിയെ തെളിയിക്കും എന്നെഴുതിയ മഹാത്മാവിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം. മദ്യപാനികൾക്ക് രാത്രി വന്ന് നിരങ്ങാനുള്ളതല്ല രാംജിയുടെ മുറ്റം. ഓഹോ, ഞാനപ്പോ വെറും മദ്യപാനി, വഷളൻ, ഫ്രണ്ടി. അത് തന്നെ. ക്ഷത്രിയ, തനിക്ക് ഇന്ന് ചെങ്കോലും കിരീടവുമില്ല. അതുണ്ടായിരുന്ന തന്റെ മുറുമുത്തച്ഛന്മാരില്ലേ, അവര് വരെ കവിവര്യന്മാർക്ക് പരവതാനി വിരിച്ച് വഴിയൊരുക്കിയിട്ടേ ഉള്ളൂ. കിരീടമില്ലെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ തന്നെ രാജാവ്. ഇവിടെ മദ്യപാനികൾക്ക് പ്രവേശനമില്ല, അത് ഉറപ്പാ. താൻ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തിയ. ഞാൻ മദ്യപിക്കും, കൂത്താടും. പക്ഷെ എന്റെ നാവീന്ന് പൊഴിയണത് സരസ്വതി പ്രസാദവാ. കേട്ടോ. മൗന സരോവരമാകെയുണർന്നു, സ്നേഹമനോരഥ വേഗമുയർന്നു, കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയാൽ മധുഗാനം. എങ്ങനെ ഒന്നുപാട് മനസ്സില്ല. എങ്ങനെ? മൗന സരോവരം ആകെ ഉണർന്നു, സ്നേഹമനോരഥ വേഗമുയർന്നു. എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇതിനകത്തുണ്ട്, എഴുതി വെച്ചിട്ട്. ഇന്നിത് ചിട്ടപ്പെടുത്താതെ എനിക്ക് ഉറക്കം വരില്ല. താ ഒരു കാര്യം ചെയ്യും, ആ ഹാർമോണിയം എടുത്തു, പിന്നെ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി. മൗന സരോവര. അതൊക്കെ പാതിരാത്രിയാ. ചൂണൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. ഉണ്ടായിക്കോ. അങ്ങോട്ട് ഏൽപ്പിച്ചില്ല. ഞാൻ ഇങ്ങനെ എഴുതി മിണ്ടായിരിക്കേ. തുടങ്ങി സദസ്. ചെവി തലകൾക്കൽ ഉണ്ടാവില്ല. ഇനി ചെറിയമ്മ കിടന്നോളൂ, ഇതിനി പുലർച്ചെയാവും. രണ്ടു മൂന്ന് ദിവസം മദ്രാസിൽ തങ്ങാനുള്ളതാ. പല തരക്കാരുണ്ടാവും ആളുകൾ. എല്ലാവരും നമുക്ക് ബോധിച്ച മാതിരി തന്നെ പെരുമാറണമെന്ന് ശടിക്കരുത്. ഇല്ല, മറ്റുള്ളവർക്ക് ബോധിക്കുന്ന മാതിരി ഞാൻ പെരുമാറണമെന്ന് അവരും ശടിക്കരുത്. അപ്പൊ പിന്നെ അലോഹ്യം ഉണ്ടാവില്ലല്ലോ. സുധാമയീ ദേവി. എനിക്കാരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. മനസ്സിൽ തോന്നണതേ പറയാനും പ്രവർത്തിക്കാനും പറ്റൂ. ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി മറിച്ചൊന്ന് ശീലിച്ചിട്ടില്ല. അറിയാലോ അതെനിക്ക്. അറിയാം.
എവിടെയാ പോണ്ടത്? പൂമുല്ല കോവിലകത്ത് രാമവർമ്മ തമ്പുരാന്റെ അവിടേക്ക്. രാമവർമ്മ തമ്പുരാനോ? കുട്ടപ്പാ, ഇത് എവിടെയാണ് ഈ പൂമുല്ല കോവിലകം? പൂമുല്ല കോവിലകോ? നമ്മുടെ മ്യൂസിക് ഡയറക്ടറില്ലേ രാംജി സാർ, അദ്ദേഹത്തിന്റെ വീടാ. രാംജി സാറിന്റെ ആരാ കുട്ടി? എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി ഒന്ന് കാണാനാ. വീട് മനസ്സിലായില്ലേ? ഓവർ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നേരെ പോയാൽ ആദ്യം കാണുന്ന റൈറ്റ്. കുട്ടി കയറിക്കോളൂ. മിനിമം ചാർജ് കൊടുത്താൽ മതി. ആരാ? രാംജി സാറിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി. അതെ, ഞാനാ. എന്താ? എവിടുന്നാ? ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഭരണങ്ങാനത്ത് നിന്നാ. ടെസി സിസ്റ്റർ തന്നയച്ചതാ. ടെസിയോ? പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയൊരു സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ 5 ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്. എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ ആരുടെയോ കുഞ്ഞാണിവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എന്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ 18 വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാൻ ഇവളോടെല്ലാം പറഞ്ഞു. +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ് റീന. ഇക്കുറി ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠനത്തിന് അയക്കുന്ന സംഘത്തിലേക്ക് ഇവളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പോയാൽ വർഷങ്ങൾ കഴിഞ്ഞേ മടങ്ങും. പോകും മുൻപേ നിന്നെ ഒരു നോക്ക് കാണണം. ഒരന്തിയും ഒരു പകലും നിന്റെ നിഴൽവട്ടത്തിൽ അവൾക്ക് കഴിയണം. ഒന്നും അവകാശപ്പെടാതെ, ആർക്കും സംശയം തോന്നിക്കാതെ, മറ്റൊരാൾ കേൾക്കെ ഒരക്ഷരം ഉരിയാടാതെ അവൾ തിരികെ പോരും. മനസ്സുകൊണ്ടെങ്കിലും നിന്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ ഇതിനവൾക്ക് അവകാശമില്ലെന്ന് പറയാൻ എനിക്കായില്ല സുധേ. 1-2 ദിവസം എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടെത്തി റീനയെ അവിടെ താമസിപ്പിക്കണം. മനസ്സന്തോഷത്തോടെ അവൾ തിരിച്ചു പോന്നുകൊള്ളും. ഈ സത്യം നീയും ഞാനും ഇപ്പോൾ അവളും ഒഴികെ മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന്, അറിയരുതെന്ന് അവൾക്കറിയാം. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിന്റെ ടെസി.
മോളുടെ പേര് റീന. അമ്മ മറന്നു. എന്നോളം വളർന്ന നിന്റെ പേര് ചോദിച്ചോർമ്മിക്കേണ്ടി വന്നല്ലോ ഈ അമ്മയ്ക്ക്. മോളെ, മോക്ക് ക്ഷീണമുണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ. മോള് കുളിച്ചോളൂ. ഇത് എടുത്തോളൂ. അയ്യോ, സാരമില്ല, ഇത് കൊടുക്കണം. ഈ മുറി മോൾക്ക് ഉപയോഗിക്കാം. ഇനി മോള് കുളിച്ചോളൂ. അതാ ബാത്റൂം. സോപ്പും ടവലൊക്കെ അവിടെ ഉണ്ടാവും. പപ്പടം ഉണ്ണാറാകുമ്പോഴേക്ക് മതി കാച്ചുന്നത്. തണുത്താൽ ഒരു വസ്തുവിന് കൊള്ളുകയില്ല. ശരി ചെറിയമ്മേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരാളൂടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് മാത്രമല്ല, കുറച്ച് ദിവസം. ആരാ? എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാ. ആഹാ, എന്താ മോളുടെ പേര്? റീന. റീന. ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ. ഇവിടെ എണ്ണത്തിന്റെ പേര് കേട്ടില്ലേ? നീലിമ. പണ്ട് ചെറിമകൾ കിട്ടണ പേരാ ഇപ്പൊ തമ്പുരാട്ടി കുട്ടികൾക്ക്. റീന അതിലും ഭേദമാ. അദ്ദേഹത്തിന്റെ ചെറിയമ്മ. കുട്ടി എങ്ങനെയാ? ഇറച്ചി മീനൊക്കെ കഴിക്കുമോ? എന്തായാലും ഈ കുട്ടി നോൺ വെജിറ്റേറിയനാ. എന്തെങ്കിലും കരുതിക്കൊള്ളൂട്ടോ കല്യാണി. രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് എന്തേ? ഒന്നുമില്ല. എയർപോർട്ട് വെച്ച് ആ പ്രൊഡ്യൂസർ ഒരു കുരുത്തം കെട്ട വർത്താനം പറഞ്ഞു. അയാളുടെ പണമുണ്ട്, എന്റെ സംഗീതമുണ്ട്. അത് വിലയ്ക്ക് മേടിക്കാനും മാത്രം അയാളുടെ പണം ആയിട്ടില്ല. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ. എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. അങ്ങ് മദ്രാസിൽ പോയിട്ട് കശപിശ അത് ഒഴിവായല്ലോ. ഏതായി കുട്ടി? ഞാൻ പറയാറില്ലേ, കൽക്കത്തയിലുള്ള എന്റെ കൂട്ടുകാരി അപർണ. അപർണയുടെ ചേച്ചിയുടെ കുട്ടിയാ. അവരിപ്പോ സ്റ്റേറ്റ്സിലാ. കൽക്കട്ടയിലാ കുട്ടി പഠിക്കുന്നത്. വെക്കേഷന് കുറച്ചു ദിവസം ഇങ്ങോട്ട് പോരാൻ ഞാൻ എഴുതിയതാ. നന്നായി, തനിക്കൊരു കൂട്ടുപോയി. അബ്കാരിയും കൂപ്പും നടത്തി കുറെ പണം മടി തൂങ്ങി അവിടെ പുറപ്പെട്ട് വന്നോളും. പ്രൊഡ്യൂസറുടെ കച്ചയും കിട്ടി. സംഗീത സംവിധാനം നടത്തി സമ്പാദിച്ചിട്ട് വേണ്ട ഈ കുടുംബം പുലരാൻ. എന്നിട്ട് വേണ്ട ഇവന്റെയൊക്കെ തഞ്ചത്തിൽ തുള്ളാൻ. ഞാൻ ഉപാസിക്കുന്നത് സംഗീതത്തിനെയാണ്. അതിനിപ്പോ സിനിമ തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്താടോ? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശുണ്ഠിയുടെ സ്റ്റോക്ക് സ്വയം തീർന്നോട്ടെ എന്ന് കരുതുകയായിരുന്നു അല്ലേ? പറയാണ്ട മനസ്സിലിട്ട് വീർപ്പൂട്ടിച്ചാലേ രക്തസമ്മർദ്ദം കൂടും. തന്റെ അതിഥി ഉണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? റീന. ആ കുട്ടിയെടുത്ത് പറഞ്ഞേക്കൂ, ഈ ശുണ്ഠിയും ബഹളവും കൊണ്ട് ഭയപ്പെടണ്ടാന്ന്. തന്റെ തമ്പുരാനൊരു പാവാണെന്ന്. ഇതൊക്കെ മുൻകൂറായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ?